ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ചായക്കടയിൽ കിട്ടുന്ന ബ്രൗൺ നിറത്തിലുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഉള്ളിയൊന്നും വരട്ടി സമയം കളയാതെ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നീളത്തിലരിഞ്ഞ 4 സവോള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അല്പം കറിവേപ്പില, 3 വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കറിവേപ്പില ഞാൻ നേരത്തെ സ്റ്റോർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ എങ്ങനെ മാസങ്ങളോളം കറിവേപ്പില സ്റ്റോർ ചെയ്യാന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്റ്റോർ ചെയ്ത കറിവേപ്പിലയാണ്. അത് നല്ല പച്ച കളറിൽ ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഞാനിവിടെ കാർഡിൽ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിരിക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ബേസിനിലിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓരോന്നോരോന്ന് സെപ്പറേറ്റായിട്ട് ഇട്ട് കൊടുത്ത് ഉള്ളി വഴട്ടി ഒന്നും എടുത്ത് ഈ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇതുപോലെ കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലകളെല്ലാം ഇതിലൊന്ന് നല്ലതുപോലെ ചേർന്ന് കിട്ടാൻ വേണ്ടി മിക്സ് ചെയ്താൽ മതി. നമ്മൾ ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ച് ഞെവടിയൊന്നും അത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെളിച്ചെണ്ണയും പൊടികളും സവോളയും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് നമുക്കിപ്പോൾ തന്നെ കിട്ടും. ഏകദേശം ഒരു 1-1.5-2 മിനിറ്റോളം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതുപോലെ എല്ലാ സൈഡിലും ആ മസാലകളൊക്കെ ഒന്ന് എത്തിച്ചേരണം. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് എല്ലായിടത്തും കണ്ടില്ലേ, മസാലകളൊക്കെ ഈക്വലായിട്ട് എല്ലാ സൈഡിലും എത്തിയിട്ടുണ്ട്. ഇനി സിമ്പിളാണ് പരിപാടി. ഒരു പാന് അടുപ്പിൽ വെക്കുക. അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു മിക്സ്, ഉള്ളി ബാക്കി സാധനങ്ങളും മസാലകളും എല്ലാം കൂടെ ഉള്ള ഈ ഒരു മിക്സ് നമ്മുടെ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് മിക്സ് ചെയ്യാനെടുത്ത ആ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ മസാലയും കൂടെ ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളം കാണുമായിരിക്കും. അത്രയും മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഒഴിക്കുന്നില്ല. ഇതിനകത്തേക്ക് ബാക്കി ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും സവോളയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആവിയിലിരുന്നിട്ടാണ് നമ്മളുടെ ഈ കറി കുക്ക് ചെയ്ത് വരുന്നത്. നമ്മളിത് സാധാരണ മുട്ടക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ സവോള ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷമാണ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇടയ്ക്ക്, അതേപോലെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടും ഈക്വലായിട്ട് വേവാൻ വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. ഞാനൊരു 3-4 വട്ടം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശരിയാണ്, സാധാരണ കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം കൂടുതലെടുക്കും. ഏകദേശം ഒരു അരമണിക്കൂർ വേണ്ടി വന്നു. പക്ഷേ ആ ഒരു സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഗ്യാസും അധികം പോകത്തില്ല. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള രാവിലത്തെ പരിപാടി, രാവിലെ വൈകിട്ടത്തുള്ള പരിപാടികളെല്ലാം നടക്കുകയും ചെയ്യും. ഇത് ഒന്നും നമ്മളൊരു ചിലവുമില്ലാതെ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള വേറെ എഫേർട്ടൊന്നും ഇല്ലാതെ ഇത് പെർഫെക്റ്റായിട്ട് അവിടെ കുക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നോക്കിയാലും നിങ്ങൾക്കറിയാം സൈഡിൽ കുറേശ്ശെ വെള്ളമയമുണ്ട്. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ആവിയിലിരുന്ന് വെന്ത സവോള ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് വരുമ്പോൾ എന്താണ് കാര്യം ശ്രദ്ധിക്കാറില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റായിരിക്കും നമ്മളുടെ മുട്ടക്കറിക്ക്. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പം ഭയങ്കര ഇതേപോലെ റോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് കറിയാണ്, അതായത് ഇച്ചിരി ലൂസായിട്ട് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ പൊടി, ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ അത് മിക്സ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു എന്ന് എടുത്തതേ ഉള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കറിയുടെ കളറ് കുറച്ചുകൂടെ ലൈറ്റാവും. ബ്രൗൺ കളർ കാണത്തില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ല ബ്രൗൺ കളറുള്ള കറിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിക്ക് ആവശ്യത്തിനുള്ള ഒരു ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം ഞാനൊരു 1/2 കപ്പ് വെള്ളവും തേങ്ങാപ്പാലൂടെ ചേർത്ത് 1/2 കപ്പ് അളവിൽ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത്.
അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അത് റോസ്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ഒഴിക്കാൻ നമുക്ക് ആദ്യം തന്നെ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് ആ രീതിയിൽ എടുക്കാം, അതും ടേസ്റ്റാണ്. ഇതുപോലെ ചാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചെന്നേ ഉള്ളൂ, തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും അത് എടുത്ത് പറയുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മുട്ടക്കറി റെഡിയാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു എഫോർട്ടും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടുപ്പിലൊരു സൈഡിൽ വെച്ച് ഇരുന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി അവിടെ തനിയെ റെഡിയായി കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇളക്കി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്, എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്